പറഞ്ഞ സ്ഥിതിക്ക് എന്തോ റെക്കോർഡ് ചെയ്യാനില്ലല്ലോ. റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങിയോ? റെക്കോർഡ് ചെയ്യും. ബിഹൈൻഡ് ദ സീൻസ് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് നമ്മളിതിൽ ആദ്യം പറയാൻ പോണെന്നും കൂടി പറഞ്ഞേ. ഫാനിടി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഉണ്ടോ? നമ്മള് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പറയും. റെക്കോർഡ് ചെയ്യും. ബിഹൈൻഡ് ദ സീൻസ് പറഞ്ഞിട്ടുണ്ടോ? പറയും. ഇന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ പറയാം. ഒരു പോഡ്കാസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3 ആള് ഉള്ളൊരു ഒരുമിച്ച് വീടെടുത്ത് താമസിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ എന്താണോ സാധാരണഗതിയിൽ പോഡ്കാസ്റ്റിൽ നടക്കുന്നത് അയൽക്കൂട്ട ചർച്ചകൾ പോലുള്ള പരിപാടികളാണ്. അതൊക്കെ തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ ഫോർമലായിട്ടുള്ള സംഗതിയൊന്നുമല്ല, വളരെ കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ എന്ത് സബ്ജക്റ്റും ആവാം. സൂര്യന് കീഴിൽ ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. ചിലപ്പോൾ മണ്ടത്തരങ്ങളുണ്ടാവും, തെറ്റുകളുണ്ടാവും, കൂടുതലും മണ്ടത്തരങ്ങളായിരിക്കും. പിന്നെ പരസ്പരമുള്ള കളിയാക്കലുകൾ. പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നവൻ വൈകാതെ തന്നെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരും. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. പോഡ്കാസ്റ്റ് കൊണ്ട് വേറെ ഉദ്ദേശമൊന്നുമില്ല. സാധാരണഗതിയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ രാത്രികളിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കുന്നു, അത് റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യുന്നു. ഉദ്ദേശം അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഓരോ ദിവസം ഈ TV-യിൽ സീരിയലുകൾ അന്നാണ് എഴുതുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ അന്ന് പകല് നടന്ന കാര്യങ്ങളായിരിക്കും വൈകുന്നേരം ചർച്ചയ്ക്ക് വരിക. ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയും. ഇതിപ്പോൾ ഞാൻ മാത്രം പറഞ്ഞിങ്ങനെ ഇതാക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്തെങ്കിലും പറയാം. പിന്നെ വേറൊരു കാര്യം എന്താ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് തുടങ്ങിയാണ്. അപ്പൊ ഞാനീ ഉണ്ടാതിരിക്കണത് എന്തിനാണ്? അപ്പൊ ഓക്കെ ഞാൻ ഇത് ഫാനൊന്നും നമ്മൾ ഓഫ് ആക്കിയിട്ടില്ല. മനസ്സിലാവണില്ലല്ലോ. നാച്ചുറൽ സാധനമായില്ലേ, അത്ര തന്നെ ഉള്ളൂ. നമ്മളിതിൽ ഒരുപാട് ഫോർമലായിട്ടുള്ള സാധനമൊന്നുമില്ല. ഞാനിപ്പോൾ കുറേ പോഡ്കാസ്റ്റ് കാണുന്നുണ്ട്. അതൊക്കെ തന്നെയും വളരെ ഫോർമലായിട്ട് മണ്ടത്തരം പറയുന്നതാണ്. നമുക്ക് ഫോർമലായിട്ട് വേണ്ട, കാഷ്വലായിട്ട് മണ്ടത്തരം പറയാമല്ലോ. അപ്പോൾ തെരുവിളിയുടെ എണ്ണം കുറയും. ഇവരത്ര സീരിയസ് ആയിട്ടൊന്നല്ല മണ്ടത്തരം പറയണമെന്നുള്ളത്. കുറേ എന്താ പറയുക, ബ്ലണ്ടർ അടിച്ചു വിടുന്ന പോഡ്കാസ്റ്റുകളുണ്ട്, വെറുതെ ഒരു കാര്യമില്ലാതെ. അത് വളരെ എന്താ പറയുക, ഭയങ്കര സെറ്റപ്പിൽ, നല്ല സ്റ്റുഡിയോ സെറ്റപ്പിലൊക്കെ ഇരുന്നിട്ട് മണ്ടത്തരം വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല. കിടക്കണം അതേ കിടക്കേം ഇരുന്ന് പെട്ടെന്ന് എയർ കയറാൻ പറ്റിയൊരു പരിപാടി കൂടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. എയർ കയറും എന്തായാലും, തീർച്ചയായും. എന്തിനാ ഓപ്പോസിറ്റ് ആയിരുന്നു വീഡിയോ എടുക്കണ വരെ കയറ്റാനുള്ള എല്ലാ പരിപാടികളും പബ്ലിഷ് ചെയ്യുന്ന പറഞ്ഞത്. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയ നമ്മുടെ മുന്നിൽ ഒരു പേടി, പരിപാടി നടക്കൂലേ അങ്ങനെയൊക്കെ. വേറെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പോഡ്കാസ്റ്റിൽ. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തല്ല. നമ്മളിതിൽ ആദ്യമായിട്ടാണ്. അത് നമുക്ക് ഒരു ഫോട്ടോ ഫേസ് കണ്ടാലും ഇന്നൊരു ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു സാധനം നിങ്ങൾക്ക് തോന്നിയാൽ ഞാൻ ഭയങ്കര ടെൻസ്ഡ്. മുപ്പത് ഒറിജിനൽ വീഡിയോ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. അതിന്റെ മുന്നേ ഞാൻ ഓക്കെ കാരണം ഞാൻ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണോ നമ്മൾ കാഷ്വലായിട്ട് സംസാരിക്കുന്നത്, ഇപ്പോൾ ഈ ഒരു റൂമിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ ഒരു 2 ക്യാമറ വെച്ചാൽ നമുക്കിടയിൽ നടക്കുന്ന കോൺവെർസേഷൻ എങ്ങനെയാണോ അതേ സാധനം തന്നെ ഇവിടെ മതി. അതിൽ നമ്മൾ അച്ചടി ഭാഷ സംസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു കൊളോക്കിയൽ ലാംഗ്വേജ് ആയിരിക്കും നമ്മൾ സംസാരിക്കുക. നമ്മുടെ നാട് ഏതാണോ അങ്ങനെ അത്തരം സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും കൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. അല്ലാതെ ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ഒന്നും പഠിക്കേണ്ട കാര്യമോ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമോ. ഇപ്പൊ എനിക്കറിയണ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു യൂട്യൂബ് ചാനല് കൊണ്ട് നടക്കണത്. ആളിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഫസ്റ്റത്തെ വോയിസ് ഓവർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ട്രബിളാണ്. അതായത് നമ്മൾ പറയുന്ന പറയുന്ന ഓരോ കാര്യങ്ങളും കട്ട് ചെയ്യുക. നമ്മൾ പറഞ്ഞത് ശരിയല്ലേ, വോയിസ് ശരിയല്ലേ, നമ്മുടെ ശബ്ദം നമുക്ക് തന്നെ കേൾക്കുമ്പോൾ, ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്, പക്ഷെ എന്റെ കേൾക്കുമ്പോൾ എനിക്ക് എല്ലാവരും അത് തന്നെയാണ്. അപ്പൊ ഇത് കട്ട് ചെയ്യണേ, പിന്നെ ക്രോപ്പ് ചെയ്യണേ, കട്ട് ചെയ്യണേ, ഇതിങ്ങനെ കട്ട് ചെയ്ത് എഫേർട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാൻ കൂടുതലാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒറ്റ പറച്ചില് അതിന് കുറച്ച് എല്ലാ അവസ്ഥ തന്നെ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോ അനക്കുണ്ടല്ലോ ടെൻഷൻ ഉണ്ടല്ലോ, ഞാനിത് മാറ്റാൻ ഇപ്പൊ തന്നെ ശ്രമിക്കണം. ഇപ്പൊ തന്നെയല്ല, ഇപ്പൊ ഫസ്റ്റ് മിനിറ്റിൽ എനക്ക് ഉണ്ടായിരുന്ന ടെൻഷൻ ഇപ്പൊ ചിലപ്പോൾ ഒരു 10ാമത്തെ മിനിറ്റിൽ ഉണ്ടാവില്ല. എല്ലാ ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ബാക്കിയുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ഇത് കണ്ടിട്ട് എന്നുള്ളതിനെ കുറിച്ച് വല്ലാതെ ബോധപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ പുറകെ കിടക്കുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പുറകെയാണ്.
അത്തരം ഒരു സാഹചര്യത്തിൽ അമ്മാതിരി പരിപാടിയൊന്നും നമ്മളില്ലല്ലോ. കുറേ ആൾക്കാരെ പെങ്ങളെ പ്രാങ്ക് ചെയ്യുന്ന ഏട്ടൻ, ഭാര്യനെ പ്രാങ്ക് ചെയ്യുന്ന ഭർത്താവ്, ഇങ്ങനെ കുറേ സാധനങ്ങളുടെ പുറത്ത് പിന്നെ കുടുംബ കലഹം, ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടാണ് പലരും വീഡിയോ കണ്ടത്. അത്രയും വ്യൂവേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു തൊഴിലില്ലായ്മ അതിരൂക്ഷമായ അവസ്ഥയിലാണ് കേരളത്തിൽ. അതുകൊണ്ട് മാത്രമല്ല ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല അത് എത്ര ശരിയാണ്. സുജിത് ഭക്തൻ ഒരു ഡിഫൻഡർ വാങ്ങി എന്തോ പറയണത് കേട്ടു. എനിക്കറിയില്ല അതിനെ ആരെങ്കിലും കളിയാക്കാൻ വേണ്ടി ഇട്ടതാണെന്ന്. എന്തായാലും ഇവരൊക്കെ ഈ നാട്ടിലെ ഏതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെക്കാട്ടിലും സെറ്റപ്പിലും അല്ലെങ്കിൽ അതിനേക്കാൾ ഏണിങ്സ് ഒരു മാസം ഉണ്ടാക്കുന്ന ആളുകളാണ് ഒരുവിധം എല്ലാ എസ്റ്റാബ്ലിഷ്ഡ് വ്ളോഗേഴ്സും. അവർ ഞാൻ അങ്ങനെ കുറ്റം പറഞ്ഞല്ല. അപ്പം പല രീതിക്കാണ് ആളുകൾ കണ്ടന്റ് ഉണ്ടാക്കുന്നത്. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം എന്താ ഇന്നത്തെ നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മുടെ പോഡ്കാസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. വളരെ കാഷ്വലായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് കൂട്ടിച്ചേർക്കലുകളൊന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് നമ്മുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് മുന്നിൽ പറയുക. നിങ്ങളത് കാണുക, ഞങ്ങളത് പരമാവധി നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്യാമറേന്റെ പുറകിലുള്ള മനുഷ്യനെ കൂടെ ഞങ്ങളിവിടെ ക്യാമറേന്റെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കും. അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇപ്പൊ എന്തായാലും ഇന്നിപ്പോ എന്താ വെച്ചാൽ ക്യാമറ വെക്കാനൊരു സാധനമൊന്നുമില്ല. ഒട്ടും പ്രിപ്പയർഡ് അല്ല ഞാൻ. അല്ലട്ടാ നമുക്ക് വ്ളോഗ് ചെയ്യണം ഇത് പറഞ്ഞാണ്ട് അടില്ലേ. അപ്പൊ പിന്നെ അത് മാത്രല്ല ആ ബാക്കിൽ നിൽക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞല്ലോ, ഓന്റെ അതിരൂക്ഷമായ കളിയാക്കലും കൂടി അപ്പൊ എനിക്കൊരു വാശിയായി ഉള്ള കാര്യം. എന്തായാലും ആ ഒരു സാധനം ബ്രേക്ക് ചെയ്യണം. ഈ പ്രോക്രാസ്റ്റിനേഷൻ ഇനി ഡെയിലി ഇനിയിപ്പോ ഇല്ലേ, ഇനിയിപ്പോ 2 മണിയായാലും വേണ്ടില്ല, 3 മണിയായാലും വേണ്ടില്ല, ഇത് ഇനി ചെയ്തിട്ട് നമ്മള് കിടക്കണുള്ളൂ ഇവിടെ ഉള്ളിടത്തോളം കാലം. അപ്പൊ എന്തായാലും അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് കാണുന്നവർക്കല്ല, ഇത് ആരും കാണാൻ പോണില്ല എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഇത് കാണുന്ന മഹാന്മാർക്ക് എല്ലാവർക്കും നന്ദി. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ബൈ, ചാओ.